ഇത് വെറും ഒരു പുട്ടല്ല, വർഷങ്ങളായി നമ്മളിൽ നിന്നും മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭവമാണിത്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മോൾക്ക് ഉണ്ടാക്കി കൊടുത്തു, അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഞാൻ ഇവിടെ 2.5 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇനി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത കപ്പ ഒരു പാത്രത്തിലേക്കിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകണം. കഴുകിയ കപ്പ ആ പാത്രത്തിൽ തന്നെ വെള്ളത്തിലിട്ട് അരമണിക്കൂർ വെച്ചേക്കണം. കപ്പയുടെ കട്ടെല്ലാം ഇളകി പോകുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളത്തിലിട്ട് വെച്ച കപ്പ അരമണിക്കൂറിന് ശേഷം വീണ്ടും 3-4 പ്രാവശ്യം കഴുകണം. ഞാനിവിടെ വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ കപ്പ കഴുകിയെടുത്തിട്ടുണ്ട്. അവസാനം കപ്പയുടെ വെള്ളം മുഴുവനും വാർന്നു പോകുന്നതിനായിട്ട് ഒരു ബാസ്ക്കറ്റിലേക്ക് എല്ലാ കപ്പയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പയുടെ വെള്ളം മുഴുവനും വാർന്നു പോയതിന് ശേഷം നമ്മൾ ഉണങ്ങാനായിട്ട് എന്തോന്നിലാണോ നമുക്ക് ഉണക്കാൻ സൗകര്യം അതിലേക്കിടാം. ഞാനിവിടെ 2-3 പാത്രങ്ങളിലായിട്ടാണ് ഉണങ്ങാനായിട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഒരു 4 ദിവസം കൊണ്ട് ഇതെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സഡ് ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിനായിട്ടാണ് ആദ്യമേ പറയുന്നത് കനം കുറച്ച് അരിഞ്ഞെടുക്കണമെന്ന് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്കിതിൽ പൊടിച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നന്നായി പൗഡറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ 2-3 പ്രാവശ്യം കൂടെ പൊടിക്കാനായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ അതാ ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചധികം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പുട്ടുണ്ടാക്കിയാലോ. അപ്പോൾ അതാ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 സ്പൂൺ പൊടി ഞാൻ എടുക്കുന്നുണ്ട്. ഈ കപ്പപ്പൊടി മാത്രമല്ല കേട്ടോ, കപ്പപ്പുട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മളൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ആ പാകത്തിന് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വെള്ളം തളിച്ച് വേണം ഒന്ന് നനച്ചെടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ പുട്ടുപൊടിയിലൊക്കെ വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത് പോലെ ഇതിൽ വെള്ളം ഒഴിച്ച് വയ്ക്കാൻ പാടില്ല. ഒരല്പം വെള്ളത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഒന്ന് തളിച്ച് നനച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിക്കുന്ന വിധത്തിൽ നനഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടെ ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ വേണ്ടത് തേങ്ങയാണ്. നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങ കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ തിരുമ്മി ഇതെടുത്ത് റെഡിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ മാവിട്ട് കഴിയുമ്പോൾ 1 സ്പൂൺ തേങ്ങ, പിന്നെ 1 സ്പൂൺ മാവ്, 1 സ്പൂൺ തേങ്ങ, ഇങ്ങനെ വേണം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കുറ്റി നിറഞ്ഞ് വരും. അപ്പോൾ അതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വാഴയിലയിലോട്ട് നീക്കി കൊടുക്കാം. നല്ല പച്ച വാഴയിലയിലേ ചൂട് പുട്ട് നീക്കിയപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഈ ചൂട് കപ്പപ്പുട്ടിനിപ്പം കഴിക്കാനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് തലക്കറിയാണ് കേട്ടോ. അപ്പം തലക്കറിയും കൂട്ടി ചൂട് പുട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ഒരു ഡിഷാണ് കേട്ടോ അത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.